നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യം വിലയിരുത്തി. ചർച്ച നടത്തിയത് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവിലയും ജീവിത ചെലവും വർദ്ധിക്കുമെന്ന ആശങ്ക ശക്തമായി. കടൽപാത തുറക്കാത്ത പക്ഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുന്നതായി സൂചന. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ധന ടാങ്കറുകൾ ഇനിയും കുടുങ്ങിക്കിടന്നാൽ ബ്രിട്ടൻ ഉൾപ്പെടെ ലോകത്തെ മിക്ക രാജ്യങ്ങളും നിശ്ചലമാകും. 6 മാസം യുദ്ധം ചെയ്താലും ഇറാനെ തോൽപ്പിക്കാനോ കീഴടങ്ങാനോ ഉള്ള സാധ്യത വിരളമെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. UK-യിലെ സാധാരണക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ഏപ്രിൽ മാസം മുതൽ കൗൺസിൽ ടാക്സ് മുതൽ വെള്ളത്തിന്റെ ബില്ല് വരെ കുത്തനെ ഉയരും. കെന്റിൽ പൊട്ടിപ്പുറപ്പെട്ട മെനിഞ്ചൈറ്റിസ് കേസുകളിൽ ആശങ്കപ്പെടുത്തുന്ന വർധന. 34 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചതായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുക്കാനായി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ വൻതോതിൽ രംഗത്ത്. ലണ്ടൻ കോളേജിലേക്കും പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ മോറിസൺസിന്റെ വിതരണ കേന്ദ്രത്തിലേക്കും രോഗബാധ വ്യാപിക്കുന്നു. 3 സർവകലാശാല ചിയർ ലീഡർമാർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യുന്ന ചില കപ്പലുകളിൽ നിന്ന് വൻതുക ടോൾ ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചു. നടപടി US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽപാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി. കപ്പലുകളിൽ നിന്ന് ടോൾ ഇനത്തിൽ ഈടാക്കുന്നത് $2 മില്യൺ. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നത് വരെ കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാന്റെ സൈനിക കമാൻഡർ. ഇറാനെതിരായ സൈനിക നീക്കങ്ങളെ ന്യായീകരിച്ച് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഡൊണാൾഡ് ട്രംപ് എല്ലാ വഴികളും തുറന്നു വെച്ചിരിക്കുകയാണെന്നും ഇറാനെതിരായ ആക്രമണം ശക്തമാക്കുകയാണെന്നും US ട്രഷറി സെക്രട്ടറി. ഇറാനിലെ കാർഗ് ദ്വീപിൽ വിജയകരമായ ബോംബാക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് ബെസന്റ്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും മിസൈൽ ശേഷിയും ആയുധങ്ങൾ പുനർനിർമ്മിക്കാനുള്ള കഴിവും തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും സ്കോട്ട് ബെസന്റ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കാനായി പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി നോട്ടീസ് നൽകി പ്രതിപക്ഷ MP-മാർ. നോട്ടീസിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിഷ്പക്ഷത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് രൂക്ഷമായ ആരോപണം. നിയമനത്തിലെ വിവാദം മുതൽ നീതിന്യായ നടപടി തടസ്സപ്പെടുത്തിയതുവരെയുള്ള ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. രാജ്യത്ത് സർക്കാർ തലപ്പത്ത് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച നേതാവെന്ന നേട്ടവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് പ്രധാനമന്ത്രി എന്ന നിലയിലും ഭരണത്തലപ്പത്ത് മോദി പൂർത്തിയാക്കിയത് 8931 ദിവസം. പ്രധാനമന്ത്രി മറികടന്നത് സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാംലിംഗിന്റെ റെക്കോർഡ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി ചെലവഴിച്ചത് 13 വർഷം. പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് 2014 മെയ് 26. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകൾക്ക് ഏർപ്പെടുത്തിയ പരിധി പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. തീരുമാനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ വിമാനയാത്രയുടെ നിരക്ക് വർദ്ധിക്കും. കേന്ദ്രം പരിധി വെച്ചത് കഴിഞ്ഞ ഡിസംബറിൽ ഇൻഡിഗോ വിമാന സർവീസുകളിൽ ഉണ്ടായ തടസ്സങ്ങളെ തുടർന്ന്. നിയന്ത്രണം നീക്കുന്നതോടെ വിമാന കമ്പനികൾക്ക് യാത്രാ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനാകും. യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള നിരക്ക് വർധനയുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രാലയം. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും BJP-യുടെ B ടീമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് വൃത്തികേടും കാണിക്കാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ് എന്നും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ് അവരെന്നും മുഖ്യമന്ത്രി. ശബരിമല വിഷയത്തിൽ LDF സർക്കാർ കൃത്യതയോടെ നിലപാട് സ്വീകരിച്ചുവെന്നും കുറ്റപത്രം വൈകിയതുകൊണ്ടാണ് പത്മകുമാറിന് ജാമ്യം കിട്ടിയതെന്നും CPM എല്ലാ ചുമതലയിൽ നിന്നും പത്മകുമാറിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും പിണറായിയുടെ ന്യായീകരണം. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യം വിലയിരുത്തി. പ്രധാനമായും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ടെലിഫോൺ ചർച്ച നടത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരായ ആക്രമണത്തിന് പിന്നാലെ ഈ കടൽപാതയിൽ ഗതാഗതം ഏകദേശം 95% വരെ കുറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ലോകത്തെ എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും ഏകദേശം 20% ഈ വഴിയാണ് കടന്നുപോകുന്നത് എന്നതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ വലിയ ആശങ്ക ഉയർന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബാരലിന് $106 വില ഉയർന്നതോടെ ഇന്ധന വിലയും ജീവിത ചെലവും വർദ്ധിക്കുമെന്ന ആശങ്ക ശക്തമാണ്.
ഇറാൻ കടൽപാത തടഞ്ഞതോടെ അന്താരാഷ്ട്ര വ്യാപാരത്തിലും വിതരണ ശൃംഖലയിലും തടസ്സം നേരിടുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. കടൽപാത തുറക്കാത്ത പക്ഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതും സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. ഇതിനിടെ ബ്രിട്ടനിൽ അടിയന്തര യോഗം വിളിച്ച് ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക ബാധ്യത, കുടുംബങ്ങളുടെ ജീവിത ചെലവ് എന്നിവ വിലയിരുത്താൻ സർക്കാർ നീക്കമെടുത്തിട്ടുണ്ട്. അമേരിക്കൻ സൈനിക നടപടികൾക്ക് പിന്തുണയായി ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് വൻ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ ബന്ധമുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ആഗോളതലത്തിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് യുദ്ധ സാഹചര്യത്തിൽ പ്രത്യേക മാറ്റമൊന്നും കാണാത്ത നിലയ്ക്ക് ബ്രിട്ടൻ സാവകാശം ഇന്ധന ഷോർട്ടേജിലേക്ക് നീങ്ങുന്നു എന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീക്കെൻഡ് യാത്രക്കാർ മോട്ടോർവേ സൂചനാ ബോർഡുകളിൽ പലയിടത്തും കണ്ടത് നോ ഡീസൽ എന്ന മുന്നറിയിപ്പുകളാണ്. മോട്ടോർവേകളിൽ മാത്രമായി ഡീസൽ തീർന്നു പോകുന്നത് എങ്ങനെയെന്നത് ന്യായമായ സംശയമാണെങ്കിലും ദീർഘദൂര യാത്രകൾ പലതും ഒഴിവാക്കാവുന്നതും പൊതുവാഹനങ്ങൾ ഉപയോഗിക്കാവുന്നതുമാണെന്ന ചിന്ത വേഗത്തിൽ പുലർത്താൻ കൂടി ഇത്തരം നിയന്ത്രണങ്ങൾ ജനങ്ങളിൽ അവബോധം വളർത്തുമെന്നതും സർക്കാരിനും നിയന്ത്രണ ഏജൻസികൾക്കും ലഭിച്ച നിർദ്ദേശമാകാമെന്നും വിലയിരുത്തപ്പെടുന്നു. ഉപയോഗം ഏറ്റവും കൂടാൻ സാധ്യതയുള്ള വീക്കെൻഡ് ദിവസങ്ങളിൽ മോട്ടോർവേ സർവീസ് സ്റ്റേഷനുകളിലേക്ക് ഡീസൽ വിതരണം നിർത്തിയതാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും ഇന്ധന ടാങ്കറുകൾ അടക്കം ഇനിയും കുടുങ്ങിക്കിടന്നാൽ ബ്രിട്ടൻ ഉൾപ്പെടെ ലോകത്തെ മിക്ക രാജ്യങ്ങളും നിശ്ചലമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ചും 6 മാസം യുദ്ധം ചെയ്താലും ഇറാനെ തോൽപ്പിക്കാനോ കീഴടങ്ങാനോ ഉള്ള സാധ്യത വിരളമെന്ന് വിലയിരുത്തലുകൾ എത്തുകയും അമേരിക്കൻ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇന്ധനവും മരുന്നും ഭക്ഷണവും ഒക്കെ കയറ്റിയ കപ്പലുകൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എത്താനാകാതെ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ ചലനം നിലയ്ക്കുക സ്വാഭാവികമാണെന്നും യുദ്ധ നിരീക്ഷകർ പറയുന്നു. ഇറാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നതും ഈ സാഹചര്യമാണെന്നും അത് അമേരിക്ക വില കൊടുത്ത് വാങ്ങിയതാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ നീക്കമെന്നും പറയപ്പെടുമ്പോൾ അമേരിക്കയെ സഹായിക്കുന്നവരൊക്കെ ശത്രുക്കളാണെന്ന് അവരുടെ നിലപാടിൽ ബ്രിട്ടൻ അടക്കമുള്ളവർ ഉണ്ട് എന്നതും ആദ്യപടർത്തുന്ന ഘടകമാണ്. യുദ്ധവും വിലക്കയറ്റവും മൂലം നട്ടം തിരിയുന്ന യുകെയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം വലിയ ഭാരത്തിന്റേതാണ്. കൗൺസിൽ ടാക്സ് മുതൽ വെള്ളത്തിന്റെ ബില്ല് വരെ ഉയരും. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന ബില്ലുകൾ മുതൽ പ്രാദേശിക കൗൺസിലുകൾ വരെ ബില്ലുകൾ ഉയർത്തുകയും ഫോൺ കമ്പനികൾ തങ്ങളുടെ കോൺട്രാക്റ്റുകൾ പുതുക്കുകയും ചെയ്യുന്ന മാസം സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വാഭാവികമായി കണക്ക് തെറ്റും. കൗൺസിൽ ടാക്സും വാട്ടർ ബില്ലും മൊബൈൽ ഫോൺ ബ്രോഡ്ബാൻഡ് കോൺട്രാക്റ്റും വരെ വില വർധനവ് പട്ടികയിലുണ്ട്. ഒപ്പം പിന്റിന്റെ വിലയും ഏപ്രിൽ മാസം കൂടും. അതേസമയം പെൻഷൻ, ബെനിഫിറ്റുകൾ എന്നിവ ഉയരുന്നത് ഇത് നേടുന്നവർക്ക് ആശ്വാസമാകും. ഒപ്പം എനർജി ബില്ലും തൽക്കാലത്തേക്ക് താഴുന്നുണ്ട്. ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവിടങ്ങളിൽ വാട്ടർ ബില്ലുകൾ ശരാശരി 33 പൗണ്ടാണ് പ്രതിവർഷ വർധന. സ്കോട്ട്ലൻഡിൽ 8.7% ഉയരും. എഫിനിറ്റി വാട്ടർ കസ്റ്റമേഴ്സിനാണ് ഏറ്റവും ഉയർന്ന ബിൽ വർധന വരുന്നത്. അവിടെ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് നിരക്ക് കൂടുന്നത്. യുണൈറ്റഡ് യൂട്ടിലിറ്റീസ് ഉപഭോക്താക്കൾക്ക് 57 പൗണ്ടാണ് നിരക്ക് കൂടുന്നത്. തേംസ് വാട്ടർ ഉപഭോക്താക്കൾക്ക് കേവലം 3 പൗണ്ടും നിരക്ക് കൂടും. 4.99% കൗൺസിൽ ടാക്സ് വർധന ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം വീട്ടുകാർക്കും പ്രതീക്ഷിക്കാം. ഷോംഷെയർ, വോർസെസ്റ്റർഷെയർ, നോർത്ത് സോമർസെറ്റ്, വാറിംഗ്ടൺ, ട്രാഫോർഡ് എന്നിവിടങ്ങളിൽ 6.74% മുതൽ 8.99% വരെ കൗൺസിൽ ടാക്സ് വർധനയ്ക്ക് പ്രത്യേക അനുമതിയുണ്ട്. TV ലൈസൻസ് ഫീ 5.5 പൗണ്ട് വർദ്ധിപ്പിച്ച് പ്രതിവർഷം 180 പൗണ്ടിലേക്ക് വർദ്ധിക്കും. ബ്രോഡ്ബാൻഡ്, മൊബൈൽ ബില്ലുകളിൽ 4 പൗണ്ട് വരെയാണ് വർധന. ഇതിനു പുറമെ 2017 ശേഷം രജിസ്റ്റർ ചെയ്ത പെട്രോൾ, ഡീസൽ, ഹൈബ്രിഡ് കാറുകളുടെ സ്റ്റാൻഡേർഡ് ടാക്സ് നിരക്കുകൾ 200 പൗണ്ട് വരെ വർദ്ധിക്കും. ഇലക്ട്രിക് വാഹന ഉടമകൾ 200 പൗണ്ട് നിരക്കിലും നികുതി നൽകേണ്ടി വരും. കെന്റിൽ പൊട്ടിപ്പുറപ്പെട്ട മെനിഞ്ചൈറ്റിസ് കേസുകളിൽ ആശങ്കപ്പെടുത്തുന്ന വർധന. ഇപ്പോൾ 34 കേസുകൾ സ്ഥിരീകരിച്ചതായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പറഞ്ഞു. വ്യാഴാഴ്ച 29 കേസുകളിൽ നിന്ന സ്ഥാനത്താണ് ഈ വർധന. ഇപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിലാണ് കേസുകൾ കൂടുതലായി കണ്ടെത്തുന്നത്. രോഗം പിടിപെടുന്നതിൽ ആശങ്ക വർദ്ധിച്ചതോടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ വൻതോതിൽ മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുക്കാനായി രംഗത്ത് വരുന്നുണ്ട്. വെള്ളിയാഴ്ച ഡിമാൻഡ് വർദ്ധിച്ചതോടെ ചിലരെ തിരിച്ചയക്കേണ്ടി വന്നത് ആശങ്ക വർദ്ധിക്കാനാണ് സഹായിച്ചത്. കെന്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ക്ലിനിക്കിൽ രാവിലെ മുതൽ തന്നെ 500-ലേറെ പേരാണ് നിരന്നത്. 8,002 വാക്സിനുകളാണ് നൽകിയതെന്ന് NHS കെന്റ് ആൻഡ് മെഡ്വേ പറഞ്ഞു. 12,157 ആന്റിബയോട്ടിക്കുകളും നൽകിയിട്ടുണ്ട്. പുതിയ കേസുകൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനായി UK HSA വ്യക്തമാക്കി. NHS ഇംഗ്ലണ്ടുമായി ചേർന്ന് ശ്രദ്ധയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും കേസ് തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നുണ്ട്. അധികൃതർ എങ്ങനെയാണ് വ്യക്തമാക്കിയത്. യുവാക്കൾ വാക്സിൻ കിട്ടാതെ പോകുന്നതിൽ ആശങ്ക വേണ്ട എന്നും എത്രയും വേഗം ലഭ്യമാക്കുമെന്നും UK HSA ആവർത്തിക്കുന്നു. ഇപ്പോൾ പടരുന്ന മെനിഞ്ചൈറ്റിസ് ബി സ്ട്രെയിൻ അതിവേഗം ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യുന്ന തരത്തിൽ രൂപമാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധിക്കുന്നത്. മുൻപത്തെ അപേക്ഷിച്ച് വേഗത്തിൽ രോഗം പടരാൻ ഇടയാക്കുന്ന വിധത്തിൽ സ്ട്രെയിൻ രൂപം മാറിയിട്ടുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നുണ്ട്. രോഗബാധ ലണ്ടൻ കോളേജിലേക്കും പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ മോറിസൺസിന്റെ വിതരണ കേന്ദ്രത്തിലേക്കും
മേഖലകളിലേക്കും വ്യാപിച്ചു. 3 സർവകലാശാല ചിയർ ലീഡർമാർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗവ്യാപനത്തിന്റെ വേഗത കണ്ട് മെഡിക്കൽ വിദഗ്ധർ പോലും അമ്പരപ്പിലായിരിക്കുകയാണ്. കാൻഡർബറിയിലെ ക്ലബ് കെമിസ്ട്രി എന്ന നൈറ്റ് ക്ലബ്ബ് സന്ദർശിച്ചതിലൂടെയാണ് രോഗം പ്രധാനമായും പടർന്നത് എന്നതാണ് നിഗമനം. ഈ മാസം 5-ന് ശേഷം ഇവിടെ എത്തിയവർ ഉടൻ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനും ആന്റിബയോട്ടിക്കുകൾ സ്വീകരിക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നികുതിരഹിത വരുമാനം എന്ന ആകർഷണീയതയാണ് ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാർക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ദുബായിലേക്ക് ചേക്കേറാൻ പ്രചോദനമായത്. ഇതുവഴി പരമാവധി പണം സമ്പാദിക്കാം എന്നതാണ് അവർ ഒരു മേന്മയായി കണ്ടത്. എന്നാൽ ഒരു ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ കൂടി മധ്യപൂർവേഷ്യയിൽ സംഘർഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ തിരികെ ബ്രിട്ടനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങളെ കാത്ത് ഒരു 1000-കണക്കിന് പൗണ്ടിന്റെ ടാക്സ് ബിൽ തയ്യാറാണ് എന്നത് ഓർക്കുക. ബ്രിട്ടീഷ് മണ്ണിലെത്തിയതിനു ശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ കോളോ ഒരു ഇമെയിൽ സന്ദേശമോ വന്നാൽ ഒരു പക്ഷേ 75,000 പൗണ്ട് വരെ നികുതി നൽകാൻ നിർദ്ദേശിക്കുന്ന നോട്ടീസ് ലഭിക്കും. സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ സന്ദർശിക്കുക മാത്രമാണ് ബ്രിട്ടനിലെത്തിയിട്ട് ചെയ്തതെങ്കിൽ കൂടി ഈ നോട്ടീസ് ലഭിക്കുമെന്ന് നികുതികാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രിട്ടീഷ് രാജ്യത്ത് ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് HM റവന്യൂ ആൻഡ് കസ്റ്റംസിന് കർശന നിയമങ്ങൾ ഉള്ളതിനാലാണിത്. സമാനമായ രീതിയിൽ തിരികെ മടങ്ങുന്നവർ 6 വർഷത്തിൽ കുറവ് കാലമാണ് ബ്രിട്ടന് പുറത്തുണ്ടായിരുന്നതെങ്കിലും വൻതുക നികുതി അടയ്ക്കേണ്ടതായി വന്നേക്കും. പ്രത്യേകിച്ചും ദുബായിലെ നിങ്ങളുടെ ആസ്തി വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷ് നികുതി വലയത്തിൽ വീഴുമെന്നത് ഉറപ്പാണ്. രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾ രാജ്യം വിട്ടു പോയാലും നികുതിരഹിത സ്റ്റാറ്റസ് നഷ്ടപ്പെടാതെ കൂടുതൽ കാലം വിദേശത്ത് കഴിയാൻ അനുവദിക്കുമെന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു നികുതി ഇളവ് HMRC നൽകുമെന്നതിന് ഉറപ്പില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് നികുതി ഇളവ് നൽകാതിരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. തിരികെ UK-യിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ UK നികുതി നൽകാൻ ബാധ്യസ്ഥനാണോ എന്ന് നിർണ്ണയിക്കുന്നത് 2 സുപ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന്, നിങ്ങൾ അവിടെ എത്ര കാലം താമസിച്ചു എന്നതും രണ്ടാമത്തേത് നിങ്ങൾ ഏതു തരത്തിലുള്ള കുടുംബ ബന്ധമാണ് UK-യിൽ ഉള്ളത് എന്നതും. ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ദുബായിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നികുതി കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. 4 വർഷക്കാലത്തെ നികുതി ഇളവിനാണ് ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് അർഹത ലഭിക്കുക. എന്നാൽ ഇപ്പോൾ ദുബായിലുള്ള ഒട്ടുമിക്ക ബ്രിട്ടീഷുകാർക്കും ഈ നിയമം ബാധകമാകാൻ ഇടയില്ല. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിലോ ബ്രെക്സിറ്റിന്റെ പശ്ചാത്തലത്തിലോ ആണ് ഇവരിൽ മിക്കവരും ദുബായിൽ എത്തിയത് എന്നതാണ് അതിന്റെ പ്രധാന കാരണം. ഒരു നികുതി വർഷം മുഴുവൻ രാജ്യത്തിന് പുറത്ത് ജീവിക്കുകയും രാജ്യത്തിന് പുറത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം പൂർത്തിയാകാതിരിക്കുകയും ചെയ്യുന്നവരെ ആയിരിക്കും ബ്രിട്ടീഷ് നികുതി നിയമങ്ങൾ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക. അവരെ താൽക്കാലിക നോൺ UK സിറ്റിസൺ ആയാണ് പരിഗണിക്കുക എന്നതാണ് കാരണം. ഏതൊരു 12 മാസ കാലയളവിലും ചുരുങ്ങിയത് 183 ദിവസമെങ്കിലും രാജ്യത്തുണ്ടായിരുന്നവർക്കാണ് UAE-യിൽ നികുതി ഇളവ് ലഭിക്കുക. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹ്രസ്വകാലത്തേക്ക് നാടുവിടുന്നവരുടെ കാര്യത്തിൽ ചില ഇളവുകൾ നൽകുമെന്ന് UAE അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നാടുവിട്ടു പോകുന്നവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിൽ ഈ നിയമത്തിൽ ഇളവ് വരുത്താനും UAE തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ HMRC സമ്മതിക്കാത്തിടത്തോളം കാലം ഈ ഇളവുകൾ പ്രവാസി ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയില്ല എന്നതാണ് വാസ്തവം. ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യുന്ന ചില കപ്പലുകളിൽ നിന്ന് വൻതുക ടോൾ ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചു. കപ്പലുകളിൽ നിന്ന് $2 മില്യൺ ഈടാക്കാനാണ് തീരുമാനം. ഇസ്രയേൽ US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കടൽപാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇറാന്റെ തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് മുറിച്ചു കടക്കുന്ന ചില കപ്പലുകളിൽ നിന്ന് $2 മില്യൺ ട്രാൻസിറ്റ് ഫീസ് ആയാണ് ഈടാക്കുക. ഇത് ഇറാന്റെ ശക്തിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. യുദ്ധത്തിന് വലിയ വില നൽകേണ്ടതുണ്ട് എന്ന് ഇറാൻ പാർലമെന്റ് അംഗവും ഇറാനിയൻ ദേശീയ സുരക്ഷാ കമ്മിറ്റി അംഗവുമായ അലാദിൻ ബറോജർഡി ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗിനോട് പറഞ്ഞു. ടോൾ ഇതിനോടകം നടപ്പാക്കി തുടങ്ങിയെന്നാണ് വിവരം. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ കൈക്കൊള്ളുന്ന നിർണായക തീരുമാനമാണിത്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ വലിയൊരു പങ്കും ഹോർമൂസിലൂടെയാണ് കടന്നു പോകുന്നത്. നേരത്തെ വൈദ്യുത നിലയങ്ങൾ തകർത്താൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കുടിവെള്ളം മുട്ടിക്കുമെന്ന ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രയേലിലെയും ഡിസാലിനേഷൻ കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് ഭീഷണി. 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതിനിടെ ബഹ്റൈനിൽ വ്യാപക നാശനഷ്ടത്തിനിടയാക്കിയ സ്ഫോടനം ഇറാന്റെ ആക്രമണത്തിൽ നിന്നല്ല എന്ന് വ്യക്തമായി. ഇറാൻ ഡ്രോണിനെ പ്രതിരോധിക്കുന്നതിനിടെ US അയച്ച പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലാണ് നാശമുണ്ടാക്കിയതെന്ന് കണ്ടെത്തി. ഈ മാസം 9-ന് പുലർച്ചെയാണ് മനാമയ്ക്ക് സമീപമുള്ള സിട്ര ദ്വീപിലെ മഹാസയിൽ ആക്രമണം നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രയേൽ ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. ഇറാൻ മിസൈലുകൾ അയച്ചതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമെന്നും ഇസ്രയേൽ പറഞ്ഞു. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായാണ് ഈ മുന്നറിയിപ്പ്. തകർക്കപ്പെടുന്ന ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാന്റെ സൈനിക കമാൻഡർ പ്രസ്താവനയിൽ വ്യക്തമാക്കി.
ഇറാൻ 48 മണിക്കൂറിനകം നിർണായക കപ്പൽപാത തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ സംവിധാനങ്ങളെ തുടച്ചു നീക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ താക്കീത് വരുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രയേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും നേരെ ഇതിനകം തന്നെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഊർജ്ജ വാർത്താവിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മറ്റ് പ്രാദേശിക മേഖലകളിലെ സംവിധാനങ്ങളെയും ലക്ഷ്യം വെക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ എല്ലാ ഊർജ്ജ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളെയും US ഓഹരി ഉടമകളുള്ള മേഖലയിലെ സമാന കമ്പനികളും ലക്ഷ്യമിടും. US താവളങ്ങൾ നിലവിലുള്ള പ്രാദേശിക രാജ്യങ്ങളുടെ വൈദ്യുത നിലയങ്ങൾ ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളായിരിക്കുമെന്ന് IRGC പ്രസ്താവനയിൽ പറഞ്ഞു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ ആകെ എണ്ണയുടെയും LNGയുടെയും ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ ഇവിടുത്തെ കപ്പൽ ഗതാഗതം കുത്തനെ ഇടിഞ്ഞു. കപ്പൽ ഗതാഗത ഡാറ്റാ സ്ഥാപനമായ കെപ്ലറുടെ കണക്കുകൾ പ്രകാരം സാധാരണ നിലയിലുള്ള ഗതാഗതത്തിന്റെ വെറും 5% മാത്രമാണ് ഇപ്പോൾ കടലിടുക്കിലൂടെ നടക്കുന്നത്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച പല കപ്പലുകളെയും ഇറാനിയൻ സൈന്യം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. തങ്ങളുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലെ ചില കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ തടയുമെന്നാണ് ഇറാന്റെ നിലപാട്. കൂടാതെ കപ്പലുകൾക്കുമേൽ ടോൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പുതിയ നിയന്ത്രണ നടപടികളും ഇറാനിയൻ അധികൃതർ പരിഗണിക്കുന്നുണ്ടെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷം കുറയ്ക്കാൻ ചിലപ്പോൾ ആദ്യം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇറാനെതിരായ സൈനിക നീക്കങ്ങളെ ന്യായീകരിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ വഴികളും തുറന്നു വച്ചിരിക്കുകയാണെന്നും ഇറാനെതിരായ ആക്രമണം ശക്തമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ പിന്തുണച്ചുകൊണ്ട് സ്കോട്ട് ബെസന്റ് പറഞ്ഞത് ഇറാനുമായി സംസാരിക്കാൻ ട്രംപ് ഉപയോഗിക്കുന്ന ഭാഷ അവർക്ക് മനസ്സിലാകുന്ന ഏക ഭാഷ എന്നായിരുന്നു. ഇറാനിലെ കാർഗ് ദ്വീപിൽ US സൈന്യത്തെ വിന്യസിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി അവിടെ വിജയകരമായ ബോംബാക്രമണം നടത്തിയതായി ബെസന്റ് വ്യക്തമാക്കി. എല്ലാ സാധ്യതകളും ഇപ്പോഴും പരിഗണനയിലാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും മിസൈൽ ശേഷിയും ആയുധങ്ങൾ പുനർനിർമ്മിക്കാനുള്ള കഴിവും തകർക്കുക എന്നതാണ് ട്രംപിന്റെ വ്യക്തമായ ലക്ഷ്യമെന്നും ഇറാനെ ആണവായുധ ശേഷിയിൽ നിന്ന് പൂർണ്ണമായും തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇല്ല എങ്കിൽ അവരുടെ വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്ന ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ഭീഷണിക്ക് മറുപടിയായി ഇറാൻ സൈനിക കമാൻഡിന്റെ വക്താവ് എബ്രാഹിം സോൽബഖാരി അമേരിക്ക ആക്രമണം നടത്തിയാൽ അതിന് തുല്യമായ തിരിച്ചടി നൽകുമെന്ന് അറിയിച്ചു. ഇറാന്റെ ഇന്ധന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കിയാൽ അമേരിക്കയുടെയും പ്രാദേശിക സഖ്യകക്ഷികളുടെയും സമാന സംവിധാനങ്ങളെ ലക്ഷ്യമിടുമെന്നാണ് മുന്നറിയിപ്പ്. യുദ്ധം തുടരുന്നതിനിടെ ഇറാന്റെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്നത് അമേരിക്ക ഒഴിവാക്കിയിട്ടുണ്ട്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാനിയൻ എണ്ണ വിൽപ്പനയ്ക്ക് അനുമതി നൽകി ചില സാമ്പത്തിക ഉപരോധങ്ങൾ ഇളവ് ചെയ്ത തീരുമാനത്തെയും ബെസന്റ് ന്യായീകരിച്ചു. ഇതിലൂടെ ഏകദേശം 140 മില്യൺ ബാരൽ എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കാനാകുമെന്നും ഊർജ്ജ വിതരണത്തിലെ സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യുദ്ധത്തിനിടെ ഇറാന്റെ സാമ്പത്തിക നില ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചില വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തിലെ ഓസ്റ്റിൻ നഗരത്തിൽ 2 വലിയ ചിപ്പ് നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയതായി വ്യവസായി എലോൺ മസ്ക് അറിയിച്ചു. തന്റെ വാഹന നിർമ്മാണ സ്ഥാപനവും ബഹിരാകാശ സ്ഥാപനവും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതിയിൽ 2 പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടാകും. ഓരോ കേന്ദ്രവും വ്യത്യസ്ത തരത്തിലുള്ള ചിപ്പുകൾ നിർമ്മിക്കും. ഒരു ചിപ്പ് വാഹനങ്ങൾക്കും മനുഷ്യ സാദൃശ്യമുള്ള റോബോട്ടുകൾക്കും ഉപയോഗിക്കാനായിരിക്കും. മറ്റൊരു ചിപ്പ് ബഹിരാകാശത്തിലുള്ള കൃത്രിമ ബുദ്ധി സംവിധാനങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യുന്നതായിരിക്കുമെന്നും മസ്ക് പറഞ്ഞു. ഈ വലിയ പദ്ധതി ടെറാഫാബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭാവിയിൽ ആവശ്യമായ ചിപ്പുകളുടെ കുറവ് ഒഴിവാക്കാൻ ഈ പദ്ധതി അനിവാര്യമാണ് എന്ന് മസ്ക് പറഞ്ഞു. നിലവിലുള്ള ലോകത്തിലെ ചിപ്പ് നിർമ്മാണം തങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്ക് മതിയാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ചിപ്പ് നിർമ്മാണത്തിൽ സഹായിക്കുന്ന മറ്റു കമ്പനികൾക്ക് നന്ദി അറിയിച്ചുവെങ്കിലും ഭാവിയിൽ ആവശ്യകത ലോകത്തിലെ മൊത്തം ഉൽപാദനത്തെക്കാൾ കൂടുതലാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചാൽ വർഷത്തിൽ വലിയ തോതിൽ കണക്ക് കിഴിവ് സംഭവിക്കാൻ കഴിയും. ഇപ്പോൾ അമേരിക്ക മുഴുവൻ ചേർന്നുണ്ടാക്കുന്ന ശേഷിയേക്കാൾ ഇരട്ടിയോളം ശേഷി ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഹിരാകാശത്തിൽ പ്രവർത്തിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ശക്തമായ ചിപ്പുകൾ ആവശ്യമാണ്. ഉയർന്ന ചൂടും കഠിന സാഹചര്യങ്ങളും സഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ചിപ്പുകൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് മസ്ക് പറഞ്ഞു. പദ്ധതി എപ്പോൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ഭാവിയിലെ സാങ്കേതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് വലിയൊരു മുന്നേറ്റമായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി പൗണ്ട് യൂറോ ഡോളർ രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.74 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 94.01 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 108.22 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.35 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം.
മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കാനായി പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി പ്രതിപക്ഷ എംപിമാർ നൽകിയ നോട്ടീസിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിഷ്പക്ഷത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കുറ്റപ്പെടുത്തി. പ്രധാനമായും 7 ആരോപണങ്ങളാണ് ഉന്നയിച്ച ആരോപണങ്ങൾ. 1. നിയമനത്തിലെ വിവാദം. കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പരിഗണനയിലുണ്ടായിരുന്ന കേസിനിടെ അർദ്ധരാത്രിയിൽ അടിയന്തരമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചു. ഇത് ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിയമിക്കാൻ നടത്തിയ ശ്രമമാണ്. 2. നിഷ്പക്ഷത നഷ്ടമായി. ഭരണഘടനാപരമായ ബാധ്യതയും നിഷ്പക്ഷതയും പാലിക്കാതെ ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ കമ്മീഷണറെ പ്രവർത്തിച്ചു. 3. പക്ഷാപാതപരമായ പ്രസ്താവന. 2025 ഓഗസ്റ്റ് 17 വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് പൊതുമുന്നറിയിപ്പ് നൽകിയത് വിവേചനപരം. 4. സമീപനം വിവേചനം. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഭരണകക്ഷി നേതാക്കൾക്കെതിരായ സമാന ആരോപണങ്ങളിൽ അതേ മാനദണ്ഡം പാലിച്ചില്ല. 5. SIR നടപടികളിലെ വിവാദം. SIR നടപടികൾ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നടപ്പാക്കി. പൗരത്വ പരിശോധനയുടെ ഘടകങ്ങൾ ഉൾപ്പെടുത്തി. 6. വൻതോതിൽ വോട്ടർമാരെ ഒഴിവാക്കി. ബീഹാറിൽ ഏകദേശം 65 ലക്ഷം പേരെയും പശ്ചിമ ബംഗാളിൽ ഏകദേശം 58 ലക്ഷം പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ബാധിച്ചു. 7. നീതിന്യായ നടപടി തടസ്സപ്പെടുത്തി. മെഷീനിൽ വായിക്കാവുന്ന വോട്ടർ പട്ടികകൾ നൽകുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ചത് സുതാര്യത ഇല്ലാതാക്കി. പോളിംഗ് കേന്ദ്രങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാത്തതും വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷണങ്ങളിൽ സഹകരിക്കാത്തതും നീതിന്യായ നടപടി തടസ്സപ്പെടുത്തുന്നതാണ്. ലോക്സഭയിൽ 130 എംപിമാരും രാജ്യസഭയിൽ 63 എംപിമാരുമാണ് നോട്ടീസിൽ ഒപ്പിട്ടത്. രാജ്യത്ത് സർക്കാർ തലപ്പത്ത് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച നേതാവെന്ന നേട്ടവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് പ്രധാനമന്ത്രി എന്ന നിലയിലും ഭരണത്തലപ്പത്ത് 8931 ദിവസം പൂർത്തിയാക്കിയാണ് മോദി ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാംലിംഗിന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. 8930 ദിവസമാണ് ചാംലെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത്. നരേന്ദ്രമോദി ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായത് 2001 ഒക്ടോബർ 7-നാണ്. 13 വർഷം ആ പദവി വഹിച്ചു. 2014 മെയ് 26-നാണ് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയാകുന്നവരുടെ പട്ടികയിൽ 3-മതാണ് മോദിയുടെ സ്ഥാനം. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടത്തിന്റെ വിവരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. മോദിയുടെ ഭരണകാലം രാജ്യത്തിന് വികസന വഴികളിൽ പുതിയ കുതിപ്പ് നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകൾക്ക് ഏർപ്പെടുത്തിയ പരിധി കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. തിങ്കളാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇതോടെ രാജ്യത്തെ വിമാനയാത്രയുടെ നിരക്ക് വർദ്ധിച്ചേക്കും. കഴിഞ്ഞ ഡിസംബറിൽ ഇൻഡിഗോ വിമാന സർവീസുകളിൽ ഉണ്ടായ തടസ്സങ്ങളെ തുടർന്ന് നിരക്കിൽ വൻ വർധനവുണ്ടായപ്പോഴാണ് കേന്ദ്രം പരിധി വെച്ചത്. നിയന്ത്രണം നീക്കുന്നതോടെ വിമാന കമ്പനികൾക്ക് യാത്രാ തിരക്ക് കൂടുന്നതനുസരിച്ച് ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനാവും. ഇത് അവധിക്കാലത്ത് ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കും. അതേസമയം യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള നിരക്ക് വർധനയുണ്ടായാൽ കർശന നടപടി ഉണ്ടായേക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിരക്കുകളുടെ സ്ഥിതി തത്സമയം നിരീക്ഷിക്കുമെന്നും വ്യക്തമാക്കി. ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് വിമാന ഇന്ധന വിലയിലുണ്ടായ വർധന വിമാന കമ്പനികളെ സമ്മർദ്ദത്തിലാക്കിയതോടെയാണ് ടിക്കറ്റ് നിരക്ക് നിയന്ത്രണം എടുത്തുകളയാൻ സർക്കാർ തീരുമാനിച്ചത്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും BJPയുടെ ബി ടീമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് വൃത്തികേടും കാണിക്കാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, പടക്കം പൊട്ടിച്ചു. കോലി സഖ്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. നേമത്തെ BJPയുടെ ജയം ഡീലിന്റെ ഭാഗമായിരുന്നു എന്നും അന്ന് അതാരും വിശ്വസിച്ചില്ല എന്നും പറഞ്ഞ പിണറായി, ഞങ്ങൾ അന്ന് പറഞ്ഞു ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കുമെന്നും അങ്ങനെയാണ് അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തത് എന്നും പിണറായി കൂട്ടിച്ചേർത്തു. തിരുവല്ലയിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു പിണറായി വിജയൻ. ആരോഗ്യരംഗം പണ്ടാണ് വെന്റിലേറ്ററിലായിരുന്നത്. ഇതൊക്കെ ആർക്കും പെട്ടെന്ന് മറികടക്കാൻ പറ്റുന്നതല്ല. ആ ഇരുണ്ട കാലത്ത് നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം LDF സർക്കാർ ഏറ്റെടുത്തു. സാധാരണക്കാരോടുള്ള LDF സർക്കാരിന്റെ കരുതൽ ഏറ്റവും വ്യക്തമായ മേഖലയാണ് ആരോഗ്യ മേഖല. ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവിൽ നമ്മൾ അമേരിക്കയെ കവച്ചുവെച്ചു എന്നും പിണറായി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ LDF സർക്കാർ കൃത്യതയോടെ നിലപാട് സ്വീകരിച്ചു. പരാതി ആദ്യം ഉയർന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ്. ദ്വാരപാലക പീഠം കണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. ഇതിന് പിന്നിൽ ദുരുദ്ദേശമെന്ന് വ്യക്തം. ഇതിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും കൃത്യമായ നിലപാടെടുത്തു. അന്വേഷണം തുടരുന്നതിനിടെ നിരവധി പരാതികൾ വന്നു. അതിൽ ഹൈക്കോടതി വ്യക്തത വരുത്തി. കുറ്റപത്രം നൽകാൻ വൈകിയത് കൊണ്ടാണ് പത്മകുമാറിന് ജാമ്യം കിട്ടിയത്. CPM എല്ലാ ചുമതലയിൽ നിന്നും പത്മകുമാറിനെ മാറ്റി നിർത്തിയെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഈ ജനകീയ നയങ്ങൾ തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിന് കൂടുതൽ തിളക്കമുള്ള വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരായ കോമാളി പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മുൻ മന്ത്രിയും CPM നേതാവുമായ തോമസ് ഐസക്. തന്റെ പരാമർശം രമേശ് പിഷാരടിക്ക് മനോവിഷമം ഉണ്ടാക്കിയെങ്കിൽ ഖേദം അറിയിക്കുന്നുവെന്നും പിഷാരടിയുടെ അഭിനയ മികവിനെ കുറിച്ച് മോശമായി ഒന്നും പറയാനല്ല താൻ ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
രാഷ്ട്രീയമായ വിമർശനമാണ് താൻ ലക്ഷ്യം വെച്ചത്. പലസ്തീൻ വിഷയത്തിലെ പിഷാരടിയുടെ അരാഷ്ട്രീയ നിലപാടിനെയാണ് വിമർശിച്ചത്. UDF ഉന്നയിക്കുന്ന ഡീൽ ആരോപണങ്ങൾ തോൽവി ഭയന്നുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് LDF ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഡീൽ ആരോപണങ്ങളെ കുറിച്ച് വിശദീകരണം നൽകുന്ന വേളയിലാണ് തോമസ് ഐസക് കോമാളി എന്ന പ്രയോഗം നടത്തിയത്. BJP-യുമായി LDF വോട്ട് കച്ചവടം നടത്തുന്നു എന്ന ആരോപണത്തെ ഖണ്ഡിച്ച അദ്ദേഹം മതനിരപേക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നതിലുള്ള പരിഭ്രാന്തിയാണ് കോൺഗ്രസിന് എന്ന് വിമർശിച്ചു. പാലക്കാട് LDF വിജയിക്കുമെന്നും തിരിച്ചടി നേരിടുന്നത് കോൺഗ്രസിനായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോമാളി വേഷം കെട്ടുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്തു കാര്യമെന്ന ഐസക്കിന്റെ പരാമർശം വിവാദമായിരുന്നു. പിന്നാലെ ഇതിനെ പിഷാരടി മറുപടി നൽകുകയും ചെയ്തിരുന്നു. അനാവശ്യ വിവാദങ്ങൾക്കില്ല എന്ന് പറഞ്ഞ പിഷാരടി തോമസ് ഐസക്കിനോട് സ്നേഹം മാത്രമാണ് ഉള്ളതെന്നും സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നതല്ല എന്നും തനിക്ക് സംസ്കാരം കൂടിയുണ്ട് എന്നും പറഞ്ഞിരുന്നു. ചെറ്റിത്തരം പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM മുൻ നേതാവുമായ G സുധാകരൻ. ഇലക്ഷൻ ബസ് പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു സുധാകരന്റെ പ്രതികരണം. കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണലിപികളിൽ രേഖപ്പെടുത്താൻ പോകുന്ന തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് അമ്പലപ്പുഴയിലേത്. കാരണം ഒരു കാര്യവുമില്ലാതെ എന്നെ ചെറ്റേ എന്നുവരെ മുഖ്യമന്ത്രി വിളിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയെ ഒന്നും പറഞ്ഞില്ല, ആക്ഷേപിച്ചൊന്നും പറഞ്ഞില്ല. CPM-ലെ ഒരാളെയും ആക്ഷേപിച്ചൊന്നും പറഞ്ഞിട്ടില്ല. CPM-നെ പോലും ആക്ഷേപിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആക്ഷേപിച്ചിട്ടില്ല. എന്നിട്ട് മനുഷ്യം തീരാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെറ്റേ എന്ന് വിളിക്കുകയാണ്. അതിനുള്ള മറുപടി താൻ നൽകി കഴിഞ്ഞു എന്ന് സുധാകരൻ കൂട്ടിച്ചേർത്തു. അങ്ങനൊരു പദപ്രയോഗം നടത്താൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരമെന്നും സുധാകരൻ ആരാഞ്ഞു. എന്തവകാശം? അദ്ദേഹത്തെ ആര് ചുമതലപ്പെടുത്തി? പോളിറ്റ് ബ്യൂറോ ചുമതലപ്പെടുത്തിയോ? അദ്ദേഹം പോളിറ്റ് ബ്യൂറോയോട് ചോദിച്ചോ? ബേബി അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നും MV ഗോവിന്ദൻ പോലും അങ്ങനെ പറഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായിയുമായി നല്ല ബന്ധമായിരുന്നു. 10-30 കൊല്ലത്തെ ബന്ധമല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായി. എല്ലാ പ്രതിസന്ധിയിലും ഞാൻ ഉറച്ചു നിന്നു. ജനങ്ങളെ അറിയിക്കേണ്ടത് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് സ്ഥലജലഭ്രമം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. താഴെയുള്ള ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആളുകളെ തെറ്റായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുകയാണ്. എന്റെ അച്ഛനും അമ്മയും ഇട്ട പേരല്ല ചെറ്റ എന്ന്, സുധാകരൻ എന്നാണ് ഇട്ടത്. എന്റെ അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റാൻ കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം? അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത് അച്ഛനമ്മമാർ പൗരന്മാർക്കിട്ട പേര് മാറ്റാനാണോ? ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ്. ഞാൻ കേസിനൊന്നും പോകുന്നില്ല. അതീവ ഗുരുതരമായ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. IPL തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പരിശീലന മത്സരത്തിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. ശനിയാഴ്ച നടന്ന പരിശീലന മത്സരത്തിനിടെ താൽക്കാലിക ക്യാപ്റ്റൻ ഇഷാൻ കിഷനോട് സഹതാരവും സ്പിൻ ബൌളറുമായ സീഷാൻ അൻസാരി രോഷത്തോടെ പെരുമാറുന്നതാണ് വീഡിയോയിലുള്ളത്. സൺറൈസേഴ്സ് B ടീമിന് വേണ്ടി ഗ്രൗണ്ടിലിറങ്ങിയ ഇഷാൻ കിഷനും ലിയ ലിവിങ്സ്റ്റണും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 8ാം ഓവറിൽ 20 റൺസാണ് ഇഷാൻ അടിച്ചെടുത്തത്. എന്നാൽ അതേ ഓവറിലെ അവസാന പന്തിൽ ഇഷാൻ കിഷനെ പുറത്താക്കി. സീഷാന്റെ ഫുൾ ഡെലിവറിയിൽ ഡീപ് സ്ക്വയർ ലെഗിലെ ഫീൽഡർക്ക് ക്യാച്ച് നൽകി ഇഷാൻ പുറത്താവുകയായിരുന്നു. പിന്നാലെ പവലിയനിലേക്ക് വിരൽ ചൂണ്ടി പുറത്തു പോകാൻ സീഷാൻ ആംഗ്യം കാണിച്ചു. സീഷാൻ രോഷത്തോടെയാണ് പെരുമാറിയതെങ്കിലും ഇഷാൻ കിഷൻ അത് ചിരിയോടെയാണ് നേരിട്ടത്. പരിക്കേറ്റ പാറ്റ് കമ്മിൻസിന് പകരമാണ് ഇഷാൻ കിഷനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് താൽക്കാലിക ക്യാപ്റ്റനായി നിയമിച്ചത്. പുറംവേദനയ്ക്ക് നിറഞ്ഞ കമ്മിൻസിന് ആഷസ് പരമ്പരയും 2020 ലോകകപ്പും നഷ്ടമായിരുന്നു. ഇത്തവണയും 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു ഇഷാൻ. 317 റൺസാണ് ടൂർണമെന്റിൽ നേടിയത്. 2025-ലെ താരലേലത്തിൽ 40 ലക്ഷം രൂപയ്ക്കാണ് ഹൈദരാബാദ് സീഷാനെ ടീമിലെത്തിച്ചത്. 2026 സീസണിൽ താരത്തെ ടീം നിലനിർത്തുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യം വിലയിരുത്തി. ചർച്ച നടത്തിയത് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവിലയും ജീവിത ചെലവും വർദ്ധിക്കുമെന്ന ആശങ്ക ശക്തമായി. കടൽപാത തുറക്കാത്ത പക്ഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുന്നതായി സൂചന. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ധന ടാങ്കറുകൾ ഇനിയും കുടുങ്ങിക്കിടന്നാൽ ബ്രിട്ടൻ ഉൾപ്പെടെ ലോകത്തെ മിക്ക രാജ്യങ്ങളും നിശ്ചലമാകും. 6 മാസം യുദ്ധം ചെയ്താലും ഇറാനെ തോൽപ്പിക്കാനോ കീഴടങ്ങാനോ ഉള്ള സാധ്യത വിരളമെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. UK-യിലെ സാധാരണക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ഏപ്രിൽ മാസം മുതൽ കൗൺസിൽ ടാക്സ് മുതൽ വെള്ളത്തിന്റെ ബില്ല് വരെ കുത്തനെ ഉയരും. കെന്റിൽ പൊട്ടിപ്പുറപ്പെട്ട മെനിഞ്ചൈറ്റിസ് കേസുകളിൽ ആശങ്കപ്പെടുത്തുന്ന വർധന. 34 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചതായി UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. മെനിഞ്ചൈറ്റിസ് വാക്സിൻ എടുക്കാനായി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ വൻതോതിൽ രംഗത്ത്. ലണ്ടൻ കോളേജിലേക്കും പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ മോർസൺസിന്റെ വിതരണ കേന്ദ്രത്തിലേക്കും രോഗബാധ വ്യാപിക്കുന്നു. 3 സർവകലാശാല ചിയർ ലീഡർമാർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യുന്ന ചില കപ്പലുകളിൽ നിന്ന് വൻതുക ടോൾ ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചു. നടപടി ഇസ്രായേൽ-US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽപാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി.
കപ്പലുകളിൽ നിന്ന് ടോൾ ഇനത്തിൽ ഈടാക്കുന്നത് $2 മില്യൺ. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാന്റെ സൈനിക കമാൻഡർ. ഇറാനെതിരായ സൈനിക നീക്കങ്ങളെ ന്യായീകരിച്ച് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഡൊണാൾഡ് ട്രംപ് എല്ലാ വഴികളും തുറന്നു വെച്ചിരിക്കുകയാണെന്നും ഇറാനെതിരായ ആക്രമണം ശക്തമാക്കുകയാണെന്നും US ട്രഷറി സെക്രട്ടറി. ഇറാനിലെ കാർഗ് ദ്വീപിൽ വിജയകരമായ ബോംബാക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് ബെസന്റ്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും മിസൈൽ ശേഷിയും ആയുധങ്ങൾ പുനർനിർമ്മിക്കാനുള്ള കഴിവും തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും സ്കോട്ട് ബെസന്റ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കാനായി പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി നോട്ടീസ് നൽകി പ്രതിപക്ഷ എംപിമാർ. നോട്ടീസിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിഷ്പക്ഷത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് രൂക്ഷമായ ആരോപണം. നിയമനത്തിലെ വിവാദം മുതൽ നീതിന്യായ നടപടി തടസ്സപ്പെടുത്തിയതുവരെയുള്ള ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. രാജ്യത്ത് സർക്കാർ തലപ്പത്ത് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച നേതാവെന്ന നേട്ടവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായും പിന്നീട് പ്രധാനമന്ത്രി എന്ന നിലയിലും ഭരണത്തലപ്പത്ത് മോദി പൂർത്തിയാക്കിയത് 8931 ദിവസം. പ്രധാനമന്ത്രി മറികടന്നത് സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻ കുമാർ ചാംലിംഗിന്റെ റെക്കോർഡ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി ചെലവഴിച്ചത് 13 വർഷം. പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് 2014 മെയ് 26. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകൾക്ക് ഏർപ്പെടുത്തിയ പരിധി പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. തീരുമാനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ വിമാനയാത്രയുടെ നിരക്ക് വർദ്ധിക്കും. കേന്ദ്രം പരിധി വെച്ചത് കഴിഞ്ഞ ഡിസംബറിൽ ഇൻഡിഗോ വിമാന സർവീസുകളിൽ ഉണ്ടായ തടസ്സങ്ങളെ തുടർന്ന്. നിയന്ത്രണം നീക്കുന്നതോടെ വിമാന കമ്പനികൾക്ക് യാത്രാ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനാകും. യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള നിരക്ക് വർധനയുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രാലയം. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും BJPയുടെ ബി ടീമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് വൃത്തികേടും കാണിക്കാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ് എന്നും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ് അവരെന്നും മുഖ്യമന്ത്രി. ശബരിമല വിഷയത്തിൽ LDF സർക്കാർ കൃത്യതയോടെ നിലപാട് സ്വീകരിച്ചുവെന്നും കുറ്റപത്രം വൈകിയതുകൊണ്ടാണ് പത്മകുമാറിന് ജാമ്യം കിട്ടിയതെന്നും CPM എല്ലാ ചുമതലയിൽ നിന്നും പത്മകുമാറിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും പിണറായിയുടെ ന്യായീകരണം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.